KEM ആശുപത്രിയിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിയായ സേജൻ പവാറാണ് സ്റ്റാൻഡപ്പ് കോമഡി ഷോയിൽ വിവാദ പരാമർശം നടത്തിയത്. ഇതിന്റെ പേരിൽ നിയമപരവും ഭരണപരവുമായ പ്രശ്നങ്ങൾ ഇവരിപ്പോൾ നേരിടുന്നു. ഇതുകൂടാതെ KEM ആശുപത്രി ഭരണകൂടം അവർക്കെതിരെ ഉന്നതതല അന്വേഷണ സമിതിയും രൂപീകരിച്ചു. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പ്രണീത് മോറിന്റെ ഷോയ്ക്കിടെ മെഡിക്കൽ വിദ്യാർത്ഥി സേജൽ പവാർ നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. സേജൽ പുരുഷ കെടാവറുകളെക്കുറിച്ചും വിദ്യാഭ്യാസ അവകാശങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇത്തരം മെഡിക്കൽ മൃതദേഹങ്ങളെക്കുറിച്ച് അശ്ലീലവും അവഹേളനപരവുമായ പരാമർശങ്ങളാണ് നടത്തിയത്. പുരുഷ മൃതദേഹങ്ങളുടെ ജനനേന്ദ്രിയങ്ങൾ താരതമ്യം ചെയ്ത് സംസാരിക്കാറുണ്ടായിരുന്നു എന്നായിരുന്നു പരാമർശം. ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് കാരണമായത്. വിദ്യാർത്ഥിയെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നതടക്കം ആവശ്യമുയർന്നിരുന്നു. നിലവിൽ മുംബൈയിലെ KEM ആശുപത്രിയിലാണ് സേജൽ പഠിക്കുന്നത്. വിദ്യാർത്ഥിനിക്കെതിരെ KEM ആശുപത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സേജൽ രേഖാമൂലം ക്ഷമാപണം നടത്തിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി നടത്തിയ പരാമർശങ്ങളിൽ മുതിർന്ന ഡോക്ടർമാർ ഇപ്പോഴും അസ്വസ്ഥരാണ്. മൃതദേഹം മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി ദാനം ചെയ്യുന്നതിനാലും അവയെ ഏറ്റവും ഉയർന്ന ബഹുമാനത്തോടെ പരിഗണിക്കുന്നതിനാലും ഈ വിഷയം മെഡിക്കൽ സമൂഹത്തിനുള്ളിൽ വേദനയുണ്ടാക്കിയിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ പറയുന്നു. വിവാദത്തെ തുടർന്ന് KEM ആശുപത്രി വിഷയം പരിശോധിക്കാൻ ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചു. 1-2 ദിവസത്തിനുള്ളിൽ ആഭ്യന്തര റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം ഡീൻ തുടർ നടപടികൾ തീരുമാനിക്കും. നിലവിൽ അന്വേഷണത്തിനിടെ ആശുപത്രി അധികൃതർ സേജൽ പവാറിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.